രാഹുൽ ഗാന്ധി ബീഹാറിൽ നടത്തിയ വോട്ടർ അധികാർ യാത്രയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കാലടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫ്രീഡം ലൈറ്റ് നൈറ്റ് മാർച്ച് നടത്തി. കാലടി പോലീസ് സ്റ്റേഷൻ ജംഗ്ഷനിൽ നിന്നും മാണിക്യമംഗലം ജംഗ്ഷനിലേക്ക് നടത്തിയ നൈറ്റ് മാർച്ചിൽ നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ പങ്കെടുത്തു. മാണിക്യമംഗലത്ത് നടന്ന സമാപന യോഗം AICC സെക്രട്ടറിയും MLAയുമായ റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്തു. 16 ദിവസം കൊണ്ട് 1300 കിലോമീറ്ററുകൾ പിന്നിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാവും ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി ബീഹാറിൽ നടത്തിയ വോട്ടർ അധികാർ യാത്രയുടെ സമാപന ദിനത്തിൽ രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കാലടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫ്രീഡം ലൈറ്റ് നൈറ്റ് മാർച്ച് നടത്തി. കാലടി പോലീസ് സ്റ്റേഷൻ ജംഗ്ഷനിൽ നിന്നും മാണിക്യമംഗലം ജംഗ്ഷനിലേക്ക് നടത്തിയ നൈറ്റ് മാർച്ചിൽ നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകരും ബഹുജനങ്ങളും പങ്കെടുത്തു. മാണിക്യമംഗലത്ത് നടന്ന സമാപന യോഗം AICC സെക്രട്ടറി MLA റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്തു. അവിടെ നമ്മുടെ സ്ഥാനാർത്ഥിയുടെ പരാജയം ഞെട്ടലോട് കൂടിയിട്ടാണ് നമ്മളെല്ലാവരും ആ പരാജയത്തെ നോക്കിക്കണ്ടത്. അതിനുശേഷം അതിന്റെ റിസൾട്ട് പരിശോധിച്ചപ്പോൾ 8 നിയമസഭാ മണ്ഡലങ്ങൾ ഉള്ളതിൽ ഒരു നിയമസഭാ മണ്ഡലത്തിൽ മാത്രം ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കാത്ത തരത്തിൽ നമ്മുടെ സ്ഥാനാർത്ഥി, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ലക്ഷങ്ങളുടെ ഭൂരിപക്ഷത്തിൽ പിന്നിൽ പോയിരിക്കുന്നു. മറ്റ് നിയമസഭാ മണ്ഡലങ്ങളിലൊക്കെ നമ്മൾ അപ്പോൾ തികച്ചും അവിശ്വസനീയമായിട്ടുള്ള ഒരു റിസൾട്ട് അവിടെ ഉണ്ടായി. അതേ തുടർന്ന് പ്രിയങ്കരനായ രാഹുൽ ഗാന്ധി വളരെ കൃത്യമായി പഠനങ്ങൾ നടത്തി, വിശകലനം നടത്തിയാണ് അദ്ദേഹം എങ്ങനെയാണ് ബാംഗ്ലൂർ സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടത് എന്നൊക്കെ പറയുകയുണ്ടായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നടന്ന ഘട്ടത്തിൽ നമ്മളെല്ലാവരും ആ റിസൾട്ട്, അതിന്റെ പ്രഖ്യാപനം നമ്മൾ വീക്ഷിച്ചവരാണ്. ഒരു ഘട്ടത്തിൽ വാരാണസിയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി പോലും അവിടെ പുറകിൽ പോകുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. ഒരു ഘട്ടത്തിൽ ഇന്ത്യ സഖ്യം ഈ രാജ്യത്ത് ഭൂരിപക്ഷത്തിലേക്ക് വരുന്നു എന്ന കാഴ്ച നമ്മളെല്ലാവരും കണ്ടതാണ്. മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് റെന്നി പാപ്പച്ചൻ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KB സാബു, സാംസൺ ചാക്കോ, DCC മെമ്പർ ജോയ് പോൾ, പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തോട്ടപ്പള്ളി, വാർഡ് മെമ്പർ അമ്പിളി ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. രാഹുൽ ഗാന്ധിയുടെ യാത്ര ബീഹാർ സംസ്ഥാനത്തിന്റെ ഗ്രാമവീഥികളിലൂടെ, ജനഹൃദയങ്ങളിലൂടെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നയിച്ച യാത്ര ഇന്ന് സമാപിക്കുകയാണ്. മണ്ഡലം കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ TP കുര്യാക്കോസ്, ജിനേഷ് വർഗീസ്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ റോബി അറക്കൽ, സ്റ്റീഫൻ പട്ടത്തി, വാവച്ചൻ താടിക്കാരൻ, ബിജോയ് കുടിയിരിപ്പിൽ, സിജു കല്ലുങ്ങൽ, പൗലോസ് കോനൂരാൻ, ബിനോയി കൂരൻ, വാർഡ് ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റുമാർ, മഹിളാ കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് നേതാക്കൾ, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാലടി. കളങ്കമില്ലാത്ത സൗഹൃദം പോലെ കലർപ്പില്ലാത്ത വിശ്വാസം. കല്ലൻസ് ജ്വല്ലറി.